പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ആർദ്രമായ സ്വാഗതം. ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ പൊതുവെ മലയാള സിനിമയ്ക്ക് ഒരു പഞ്ഞ മാസമാണ്. പല സിനിമകളുടെയും കളക്ഷൻ ഇടിയും, പ്രത്യേകിച്ച് മഴക്കാലമാണ്, അതുപോലെ സ്കൂൾ തുറപ്പാണ്, എല്ലാം കൊണ്ടൊരു പഞ്ഞ മാസമാണ് അല്ലേ. അപ്പം ദൃശ്യമാണ് ഇപ്പം മലയാള സിനിമയെ ഓടിക്കൊണ്ടിരിക്കുന്ന ചിത്രം. അത് ദൃശ്യവുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ പരിശോധിച്ച് കഴിയുമ്പം ഈ മഴക്കാലം ദൃശ്യത്തെയും ബാധിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. മഴക്കാലമല്ല, ഈ സ്കൂൾ തുറപ്പ്, വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ തുറപ്പൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ദൃശ്യത്തെ ബാധിച്ചിട്ടുണ്ട്. വമ്പനൊരു ഇടിവാണ് ദൃശ്യവുമായിട്ട് ബന്ധപ്പെട്ടും നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നാലും തിങ്കളാഴ്ച ദിവസം 2 കോടിക്ക് മുകളിലായിരുന്നു ദൃശ്യത്തിൻ്റെ കളക്ഷൻ. എന്നാൽ ചൊവ്വാഴ്ച ആയപ്പം അതിന് വീണ്ടും ഒരു മാറ്റം, ഒരു ഇടിവ് വീണ്ടും നേരിടും. ഇന്ന് ട്രാക്കിംഗ് കളക്ഷൻ കാണിക്കുന്നത് 1,14,00,000 രൂപയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് 1.5 കോടി 1.25 കോടി റേഞ്ചിൽ തന്നെ നിൽക്കാനാണ് സാധ്യത. അങ്ങനെ ദൃശ്യം ഇന്നുകൊണ്ട് 80 കോടി ടച്ച് ചെയ്യുന്നു. അങ്ങനെ ദൃശ്യവുമായിട്ട് ബന്ധപ്പെട്ട പുതിയ പുതിയ അപ്ഡേറ്റുകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വേൾഡ് വൈഡ് വേൾഡ്സിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3-4 ദിവസം മുമ്പ് തന്നെ ഓവർസീസ് കളക്ഷൻ 110 തന്നെ ഇപ്പോഴും സ്ട്രക്കായിട്ട് നിൽക്കുകയാണ്. ഇന്ത്യ ഗ്രോഫ് മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. 114 കോടിയായിരുന്നു ഇന്നലത്തെ എങ്കിൽ നാളെ അതുപോലെ തന്നെ ഏകദേശം 116 കോടി 17 കോടിയിലേക്ക് എത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അങ്ങനെ വേൾഡ് വൈഡ് കളക്ഷൻ ഏകദേശം 230 കോടിക്ക് മുകളിലേക്ക് പോകാനാണ് സാധ്യത കാണുന്നുണ്ട്. അത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്ത് വന്നിട്ടില്ല. ഏതായാലും കേരള കളക്ഷൻ 80 കോടി പിന്നിടുന്ന ദൃശ്യം 3 താമസിക്കാതെ തന്നെ 100 കോടി കടക്കും എന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. ആ പ്രതീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. ഏതായാലും വരും ദിവസങ്ങളിലും ഇങ്ങനെ ഒരു 1 കോടി 1.5 കോടി റേഞ്ചിൽ നിൽക്കാനാണ് സാധ്യത കൂടുതൽ. ബുക്ക് മൈ ഷോയിലെ ടിക്കറ്റ് നിലവാരം പരിശോധിക്കുമ്പോഴും അല്പമെങ്കിലും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നത് ദൃശ്യമാണെന്ന് തന്നെ പറയേണ്ടി വരും. മറ്റൊരു ചിത്രം ബ്ലാസ്റ്റ് എന്ന് പറയുന്ന തമിഴ് ചിത്രമാണ്. മലയാള ചിത്രങ്ങളിൽ ഒന്നുപോലും 1 മണിക്കൂർ ട്രെൻഡിങ്ങിൽ ഇപ്പോഴും ഇടം പിടിച്ചിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. ദൃശ്യം ഇറങ്ങിയതിന് ശേഷം ഒരു സമയത്ത് പോലും 1 മണിക്കൂർ ട്രെൻഡിൽ നിന്ന് ദൃശ്യം മാറിയിട്ടില്ല എന്നുള്ളതും നമുക്ക് കാണാൻ പറ്റും. ദൃശ്യം ഇപ്പോഴും 3,000-4,000 ടിക്കറ്റ് റേഞ്ചിലാണ് ഇപ്പോഴും വിറ്റുമാറിക്കൊണ്ടിരിക്കുന്നത്. നാളെയും അതുകൊണ്ട് ഏകദേശം 1 കോടിക്ക് മുകളിലുള്ള തുക തന്നെ കേരള കളക്ഷനായിട്ട് പ്രതീക്ഷിക്കാം എന്ന് തന്നെ തോന്നുന്നു. വൈകാതെ തന്നെ മറ്റൊരു മോഹൻലാൽ ചിത്രം കൂടി 100 കോടി നേടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, കേരളത്തിൽ നിന്ന് മാത്രമായിട്ട്. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ.